BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. ഇപ്പോൾ ഇതാ തൊടുപുഴയിൽ 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണമെന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം നഗരസഭ പൊളിച്ചു നീക്കി. നിരവധി തവണ നോട്ടീസ് നൽകിയിട്ട് മാറാത്തതിനാലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെഗാ അദാലത്ത് നടന്നു. വനിതാ കമ്മീഷൻ അംഗം പ്രമീള ദേവി പരാതി സ്വീകരിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KA മാത്യു ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഫെബ്രുവരി 17 മുതൽ 19 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് ബ്രാഹ്മണവേരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ നാഷണൽ സെമിനാർ ആരംഭിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം നഗരസഭ പൊളിച്ചു നീക്കി. നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും മാറാത്തതിനാലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. വർഷങ്ങളായി മുറികൾ കൈവശം വെച്ചിരിക്കുന്നവർ കരമടയ്ക്കുകയോ വാടക നൽകുകയോ ചെയ്തിട്ടില്ല. പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ സ്ഥലത്തെ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു തരണമെന്നും അല്ലാത്ത പക്ഷം നഗരസഭ നടപടികൾ സ്വീകരിക്കുമെന്നും നിരവധി തവണ ഇവരെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടി നടത്തിയത്. കൗൺസിൽ ഏകകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ, വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ എന്നിവർ പറഞ്ഞു. ഈ സ്ഥലം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കൗൺസിൽ കൂടി ഉടൻ തീരുമാനമെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പുതിയ ഭരണസമിതി അധികാരമേറ്റ നാൾ മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കണമെന്നുള്ള നിർദ്ദേശവും നഗരസഭാ കൗൺസിൽ തീരുമാനമെടുക്കുകയും അന്നു മുതൽ 15 ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ 16 ഡിസംബർ വരെ നമ്മൾ ഇവർക്ക് സമയം കൊടുത്തു. അത് കഴിഞ്ഞ് ഡിസംബർ 20-ാം തീയതി ഇവർക്ക് നോട്ടീസ് കൊടുത്തു. കാലാവധി കഴിഞ്ഞു. പിന്നെ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം വരെ നമ്മൾ അവസരം കൊടുത്താണിത്. ഇവർ നികുതി അടയ്ക്കുകയോ നഗരസഭയ്ക്ക് യാതൊരു നികുതിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവർ കാലാകാലങ്ങളിൽ കൈമാറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നഗരസഭയുടെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. അത് തടസ്സം നിന്നുകൊണ്ടാണ് അടിയന്തരമായിട്ട് കഴിഞ്ഞ കൗൺസിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള
പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം നഗരസഭാ കൗൺസിലിൻ്റെ ഐക്യേണ്ടതിനുള്ള തീരുമാനപ്രകാരം കച്ചവടം നടത്തി വന്നിരുന്ന കച്ചവടക്കാരോട് ഒഴിവാകണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ അത് പല അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. നഗരസഭയെ സംബന്ധിച്ച് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം 3-4 കച്ചവടക്കാർ കൈയടക്കി അത് ഈ പ്രദേശത്തെ ഒരു വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നഗരസഭ ഇത് പൊളിച്ചു നീക്കുവാൻ അടിയന്തര നടപടിയായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നഗരസഭ ഇത് നീക്കം ചെയ്ത് ഈ പ്രദേശത്തുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള അടിയന്തരമായ നടപടികളാണ് ഏറ്റവും ആദ്യം കൈക്കൊള്ളുന്നത്. അതിനുശേഷം നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം പുതിയ പദ്ധതികളെപ്പറ്റി ആലോചിക്കുന്നതാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെഗാ അദാലത്ത് നടന്നു. വനിതാ കമ്മീഷൻ അംഗം പ്രമീള ദേവി പരാതി സ്വീകരിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സ്ഥലത്തിന്മേലുള്ള തർക്കങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങിയവയാണ് കൂടുതലായും വന്നിരിക്കുന്ന പരാതികളെന്ന് അവർ പറഞ്ഞു. 70-ാം വയസ്സിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച് സ്വത്തിനു വേണ്ടി വാദിച്ച മകന്റെയും ഭാര്യയുടെയും പരാമർശം തങ്ങളിൽ ഞെട്ടലുളവാക്കിയെന്ന് പ്രമീള ദേവി കൂട്ടിച്ചേർത്തു. ആദ്യം വന്ന ഒരു കേസ് അതിർത്തി തർക്കത്തെ സംബന്ധിച്ചതായിരുന്നു. 2 വീട്ടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കം. അത്തരം കേസുകൾ ഇടുക്കി ജില്ലയിൽ വളരെ സ്വാഭാവികവും സാധാരണവുമാണ്. കാരണം കൃത്യമായ പട്ടയമില്ലായ്ക കൊണ്ട് എൻ്റേതാണെന്ന് ഞാനും അയൽവാസിയുടേതാണെന്ന് അയാളും അവകാശപ്പെടുന്ന തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ കേസിലൊരു ആ അതിർത്തി തർക്കത്തിൻ്റെ കാര്യത്തിലൊരു വ്യത്യാസമുള്ളത്, ഈ പരാതിക്കാരിയായ വനിതയ്ക്ക് വേറെ ഒരു നടപ്പുവഴിയുണ്ട്. ഒരു നടപ്പുവഴി ഉണ്ടായിരിക്കെയാണ് തൻ്റെ അയൽവാസിയുടെ പുരയിടത്തിൽ കൂടെ ഒരു നടപ്പുവഴി കൂടെ വേണം എന്നാവശ്യപ്പെടുന്നത്. ആദ്യം അവരൊരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടാകാം അവർക്ക് അതേ പുരയിടത്തിലൂടെ ഒരു നടപ്പുവഴിയുണ്ട്, രണ്ടാമതൊരു വഴി കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. RDOയും മറ്റും ഈ കേസ് പഠിച്ച് ഇടപെട്ട് പരിഹരിച്ചതാണ് എന്നെനിക്ക് റിപ്പോർട്ടുകൾ മനസ്സിലായി. എങ്കിലും ഞാൻ ആ കേസിൽ പരാതിക്കാരിയായ വനിത പ്രായം ചെന്നയാളാണ്, വിധവയാണ്, വൃദ്ധയാണ്. അതുകൊണ്ട് ആ കേസിൽ ഒന്നുകൂടി സമഗ്രമായ അന്വേഷണം നടത്താനും അവർക്ക് ഉപയോഗയോഗ്യമായ നടപ്പുവഴി ഇല്ലെങ്കിൽ അങ്ങനെയൊന്ന് ലഭ്യമാക്കാനുമുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ കേസ്, ഭർത്താവാണ് പരാതിക്കാരൻ, ഭാര്യയും കുട്ടികളും തന്നെ പിരിഞ്ഞ് താമസിക്കുന്നു, തന്നിൽ നിന്ന് അകന്ന് താമസിക്കുന്നു, തനിക്ക് അവരോടൊപ്പം താമസിക്കണം എന്നതാണ് പരാതിക്കാരൻ്റെ ആവശ്യം. ഭാര്യ പറയുന്നു, ഇങ്ങനെ ഒരു ഭർത്താവിനോടൊപ്പം ഇനി ഒരുമിച്ച് പോകാൻ താൻ തയ്യാറല്ല, തന്നെ മദ്യപിച്ച് വളരെ കരുണാഹീനമായ രീതിയിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ഇയാളോടൊപ്പം പോകാൻ ഞാൻ തയ്യാറാവില്ല എന്നാണ് ഭാര്യ ഉറച്ച അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഭർത്താവിന് പറയാനുള്ളത്, വിവാഹ സമയത്ത് ഭാര്യയുടെ വീട്ടിൽ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൻ 25 വർഷം അവിടെയാണ് താമസിച്ചത്. തൻ്റെ ദേഹണ്ണ ഫലം മുഴുവൻ ആ ഭൂമിയിലാണ്. ആ ഭൂമിയും വസ്തുവും ഒക്കെ താൻ ജോലി ചെയ്ത് കൃഷി ചെയ്ത് ലാഭത്തിൽ ആദായത്തിലാക്കിയതാണ്. തന്നെ ഭാര്യ സ്വീകരിക്കുന്നില്ലെങ്കിൽ തനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കുടുംബത്തിലെ അന്തഛിദ്രമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ ഒരുമിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ഒരു ശ്രമമാണ് വനിതാ കമ്മീഷൻ നടത്തുന്നത്. ഞാൻ തൊടുപുഴ വനിതാ സെല്ലിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത്. ഇന്നത്തെ ഒരുപക്ഷെ അദാലത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു കേസ് എന്ന് പറയാവുന്നത്, പരാതിക്കാരി വൃദ്ധനായ ഒരാളിൻ്റെ മകൻ്റെ ഭാര്യയാണ്. മകനും ഭാര്യയുമാണ് പരാതിക്കാരൻ. എതിർകക്ഷി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളും ഭർത്താവുമാണ്. അപ്പോൾ ആങ്ങളെ പെങ്ങൾക്കെതിരെ കൊടുത്ത പരാതിയാണ് എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. ആങ്ങളയുടെ ഭാര്യ ഭർത്താവിൻ്റെ പെങ്ങൾക്കെതിരെ കൊടുത്ത പരാതിയാണ്. തങ്ങളോട് യാതൊരു സ്നേഹവും കാണിക്കുന്നില്ല എന്നും തന്നെ വഴിയിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് ഈ പരാതിക്കാരി പറയുന്നത്. എന്നാൽ പരാതി കൂടുതൽ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും ഇവരെ കൊണ്ട് തന്നെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പറയിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ നിന്ന് എനിക്ക് ബോധ്യമായത് പരാതിയിൽ പറയുന്ന പല വസ്തുതകളും യാഥാർത്ഥ്യമല്ല, അവാസ്തവികമാണ് എന്ന കാര്യം തന്നെയാണ്. ഈ പരാതിയിൽ മുഖ്യ ഘടകമായി വരുന്നത് പിതാവിൻ്റെ സ്വത്താണ് എന്നത് നമുക്ക് കാണാതിരിക്കാനാവില്ല. പരാതിക്കാരിയുടെ ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ പിതാവ് 20 സെന്റ് സ്ഥലവും ഒരു വീടും കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് 1.5 കോടിയിൽ പരം രൂപയുടെ സ്വത്ത് കൊടുത്തിരിക്കുന്നു. പരാതിക്കാരി ഒരു ബാങ്കിലെ സീനിയർ മാനേജരാണ്. പരാതിക്കാരിയുടെ ഭർത്താവ് ബസ്സുടമയാണ്. ഭേദപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അവരുടെ സഹോദരി ഭർത്താവ് വഴിയിൽ വെച്ച് കാണുന്നു, ഉപദ്രവിക്കുന്നു, ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ എതിർകക്ഷിക്ക് കൂട്ടുനിൽക്കുന്നു തുടങ്ങിയ ആവലാതികളാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പരിശോധിക്കുന്നതാണ്.
അതോടൊപ്പം ഒരൊറ്റ തവണ മാത്രമേ ഇവർക്കെതിരെ അനാവശ്യമായ വ്യവഹാരങ്ങൾ നടത്തി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പരാതി പറയുന്നുണ്ട്. ഇവരുടെ ശല്യപ്പെടുത്തലുകൾ കൊണ്ട് സഹി കെട്ടിട്ട് തൊടുപുഴ സ്റ്റേഷനിൽ കൊടുത്ത പരാതി ഒഴികെ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് എതിർകക്ഷി ബോധ്യപ്പെടുത്തിയത് ശരിയാണ് എന്ന് പരാതിക്കാരിയും സമ്മതിക്കുന്നുണ്ട്. എതിർകക്ഷിയുടെ ഭാര്യയുടെ അച്ഛൻ, പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ, വൃദ്ധനായ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ അച്ഛനാണോ എന്ന് താൻ സംശയിക്കുന്നെന്നും തൻ്റെ അമ്മയുടെ ചാരിത്രം പോലും സംശയിക്കുന്നു എന്നുമൊക്കെയുള്ള വാക്കുകൾ പരാതിക്കാരിയുടെ ഭർത്താവ് പറഞ്ഞത് നമുക്കൊക്കെ ഒരേപോലെ വേദനാകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വത്തിൻ്റെ പേരിൽ മാതാപിതാക്കളോട് യാതൊരു ദയവും കാണിക്കാത്ത മക്കളോടാണ് നമുക്ക് സമൂഹത്തിന് സംസാരിക്കാനുള്ളത്. വാർദ്ധക്യമെന്ന് പറയുന്നത് ആരെയെങ്കിലും ചിലരെ മാത്രം ബാധിക്കുന്ന മാരക രോഗമാണെങ്കിൽ നമുക്ക് വൃദ്ധരെ അവഗണിക്കാമായിരുന്നു. എല്ലാ മനുഷ്യരും ദീർഘകാലം ജീവിക്കുന്നതിലൂടെ എത്തിച്ചേരുന്ന ഒരു സന്ധിയാണ് വാർദ്ധക്യമെന്ന് തിരിച്ചറിഞ്ഞ് വൃദ്ധ മാതാപിതാക്കളോട് കരുണ കാണിക്കാനും സ്നേഹിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യാവകാശ സമരത്തിന്റെ ഭാഗമായി നിർധനരായ കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. തൊടുപുഴ സപ്ലൈകോയുടെ മുന്നിൽ നടന്ന സമരവും അരി വിതരണവും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നസിയ ഹസൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ശബരി റെയിൽവേ സംരക്ഷണ സമിതി ചെയർമാൻ OS സമദ്, നവജനാധിപത്യ പാർട്ടി ജില്ലാ സെക്രട്ടറി വിജോ വിജയൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ അസീസ്, വെൽഫെയർ പാർട്ടി നേതാക്കളായ ഐഷ ബാവ, റിയാസ് ഉടുമനൂർ, LK റഹീം, VH അബ്ബാസ്, സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് അഫ്സൽ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ റേഷൻ വിതരണ സംഭവത്തെ മുഴുവനായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോട്ട് നിരോധനം മൂലം വറചട്ടിയിലായിരുന്ന ജനങ്ങൾ എരുതിയിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. നോട്ട് നിരോധനം കൊണ്ട് പൊറുതിമുട്ടി പണി നഷ്ടപ്പെട്ടിരിക്കുന്ന ജനതയുടെ അടുത്തേക്കാണ് പറയുന്നത്, 1 കിലോ അരി നിനക്ക് വാങ്ങണമെങ്കിൽ നീ 44 രൂപ കൊടുക്കണം. എന്നാൽ ഞങ്ങൾക്കുള്ള റേഷനോ അത് ഞങ്ങളുടെ അവകാശമല്ലേ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കിപ്പോൾ കേന്ദ്ര സർക്കാർ തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ നിർവാഹമില്ല എന്നാണ്. ഇങ്ങനെ എന്തിനും ഏതിനും ദാഷ്ട്യത്തിന്റെ മറുപടി പറയാനാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെ അതിന്റെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് കൃത്യമായ അവലോകനം നടത്തി കൃത്യമായ മറുപടി കൊടുക്കേണ്ട ജനങ്ങളോടാണ് ഒരു സർക്കാർ മെക്കിട്ടുകയറി പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ ദാഷ്ട്യത്തിന്റെ സ്വരമെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? ജനങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞുകൂടെ? ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിനുവേണ്ടി ശ്രമിക്കാം എന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? അതുപോലും പറയാതെ സർക്കാർ നമ്മളോട് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിയൂ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നാണ്. തൊടുപുഴ മുനിസിപ്പൽ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം അനിവാര്യമായിരിക്കുന്നതായി ബ്ലോക്ക് കോൺഗ്രസ് ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് പ്രസ്താവിച്ചു. മാപ്ലസ് കറിയ എന്ന വ്യക്തിക്കുണ്ടായ ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കൌൺസിൽ നടപടിയെടുക്കാതെ ഉദ്യോഗസ്ഥന്മാരുടെ മനോഗതത്തിനനുസരിച്ച് നിന്നുകൊടുത്തത് ഗുരുതരമായ കൃത്യവിലോപമാണ്. നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച മാരിക്കലുങ്ക് കാഞ്ഞിരമറ്റം അപ്രോച്ച് റോഡിന്റെ മാരിക്കലുങ്ക് ഭാഗത്ത് കെട്ടിക്കിടന്ന മാലിന്യവും വെള്ളവും നീക്കി കോൺഗ്രസ് കാഞ്ഞിരമറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂൾ, കോളേജ് കുട്ടികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ദിവസവും യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഈ റോഡ് നാളുകളായി മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയായിരുന്നു. ഈ റോഡാണ് കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഞ്ചാരയോഗ്യമാക്കിയത്. മാരിക്കലുങ്കിൽ നിന്നും കാഞ്ഞിരമറ്റം ഭാഗത്തേക്കുള്ള പാലം പണി പൂർത്തിയായിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും നാളിതുവരെയായിട്ടും അപ്രോച്ച് റോഡ് നിർമ്മിക്കുവാനോ വാഹനഗതാഗതം ആരംഭിക്കാനോ കഴിഞ്ഞിട്ടില്ല. കാഞ്ഞിരമറ്റം ഭാഗത്തു നിന്നും മൂലമറ്റം റോഡായ മാരിക്കലുങ്കിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന റോഡാണിത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന ഉപയോഗിക്കുന്ന വഴിയുമാണ്. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായി മണ്ണ് കൊണ്ടുവന്നിട്ടത് മൂലം ഇവിടെ നിലവിലുണ്ടായിരുന്ന ഓട മൂടിപ്പോയിരുന്നു. തന്മൂലം തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഒഴുകിവരുന്ന മലിനജലം വഴിയുടെ കുറുകെ കെട്ടിക്കിടക്കുകയാണ്. ഇതുമൂലം ഇതുവഴിയുള്ള കാൽനട യാത്ര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല മലിനജലം കെട്ടിക്കിടന്ന കൊതുകുകൾ മുട്ടയിടുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കാഞ്ഞിരമറ്റം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യുവാനും കാൽനട യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുവാനും തയ്യാറായത്. ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിട്ട് ഓടകൾ നികന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടയിലേക്ക് മലിനജലം ഒഴുകിയെത്തി പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഇവിടെ ഈ പാലം വഴി കടന്നു പോകുന്ന ആളുകൾക്ക് കടന്നു പോകാൻ കഴിയാത്തവണ്ണം ദുഷ്കരമായ രീതിയിൽ മാലിന്യം വന്നടിഞ്ഞ്
ജനങ്ങൾക്ക് കഷ്ടപ്പെടുന്നത് ആ ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് കാഞ്ഞിരമറ്റം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ മലിനജലം വീണ് കിടന്ന ആ ഭാഗം വൃത്തിയാക്കി നികത്തി അതിൻ്റെ മുകളിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ആ പാത നമ്മൾ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുകയാണ്. PB അഭിലാഷ്, ഡോളി കട്ടക്കയം, KK തമ്പി, CS മഹേഷ്, ഉണ്ണി വടക്കുന്നത്ത്, വിശ്വനാഥനാചാരി തുടങ്ങിയവർ നേതൃത്വം നൽകുകയും പണിക്കൻകുടി കൊമ്പടിഞ്ഞാൽ പുന്നന്താനം മലമേട്ടിൽ തീ പടർന്ന 10 ഏക്കറോളം പുൽമേട് കത്തി നശിച്ചു. പുൽമേടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലെ വാഴ, കാപ്പി, കുരുമുളക് എന്നീ കാർഷിക വിളകളും കത്തി നശിച്ചു. CMS വാർഡ് ഭാഗത്തെ താഴ്വാരത്തിൽ നിന്നാണ് മലമേട്ടിലേക്ക് തീ പടർന്നത്. ഞായറാഴ്ച വൈകിട്ട് മലമേട്ടിൽ പടർന്ന തീ തിങ്കളാഴ്ചയോടെയാണ് കെട്ടടങ്ങിയത്. മലമേടിനോട് ചേർന്ന കൃഷിയിടങ്ങളിലും വരൾച്ചയും കുടിവെള്ളക്ഷാമവും വർദ്ധിച്ചു. ഒരു സംഭവമില്ല. കാരണം നാളേക്ക് ഇനി തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചി കച്ചിയോ ചോളത്തണ്ടോ എന്തെങ്കിലുമൊക്കെ അതും വരവ് വളരെ കുറവാണ്, അതും ലഭ്യത കുറവാണ്. കുറേ കൃഷി കാര്യങ്ങൾ വാഴ ഇങ്ങനെയെല്ലാം നാശനഷ്ടങ്ങളും ഉണ്ടായിട്ട് 2-2.5 ഏക്കറുള്ള സ്ഥലത്തോളം ഇങ്ങനെ പുല്ലായിട്ട് പശുവിന് കൊടുക്കാൻ പശുവിനുള്ള കാലിത്തീറ്റ പുൽകൃഷി ഉണ്ടായിരുന്നത് മുഴുവൻ കത്തിനശിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും ഡെപ്യൂട്ടി കളക്ടറുമായിരുന്ന S രാജീവിന് യാത്രയയപ്പ് നൽകി. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ ചേർന്ന യാത്രയയപ്പ് യോഗം വൈദ്യുത വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗ മണ്ഡലങ്ങളിൽ തന്നെ ഇപ്പം വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് IAS, IPS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഗവൺമെന്റിനെതിരെയുള്ള ശീതസമരം തുടങ്ങിയിരിക്കുന്നു. നിങ്ങളും പത്രമെല്ലാം വായിക്കുന്നവരാണ്. അപ്പോൾ പ്രതിബദ്ധതയോടുകൂടി ഗവൺമെന്റിന്റെ തീരുമാനം നടപ്പിലാക്കാൻ പ്രവർത്തിക്കേണ്ട ബാധ്യത സർക്കാർ ജീവനക്കാർക്കുണ്ട്. പ്രത്യേകിച്ചും ഗസറ്റഡ് ഓഫീസർമാരുടെ റാങ്കിലുള്ളവർക്കും അതുകൂടാതെ ഇടത്തരം ജീവനക്കാരായ NGOകളായിട്ടുള്ള ആളുകൾക്കുമെല്ലാം പ്രത്യേകിച്ചും ബാധ്യതയും ചുമതലയും ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വലിയ സേവനം ആ നിലയിൽ രാജ്യത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ. പക്ഷേ അത്തരൊരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 7 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന കേരളത്തിലെ LDF ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെതിരെയുള്ള ഗൂഢാലോചന നാനാതരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതേ തുടർന്നുള്ള പ്രശ്നങ്ങളെ ഗവൺമെൻറ് നമ്മൾ നേരിടുന്നുമുണ്ട്. ഇത്തരങ്ങളെല്ലാം സജീവമായി ശക്തമായി നടത്താൻ പ്രതിബദ്ധതയുള്ള ഉദ്യോഗവൃന്ദം ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥർ വേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു ഇന്ന് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. KGOA ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CK ശൈലജ അധ്യക്ഷയായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KN ദിലീപ്, FSCTO ജില്ലാ സെക്രട്ടറി S സുനിൽകുമാർ, VB വിനയൻ, TD ജോസ്, PS വിനയൻ, S രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KM മാത്യു ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് NGO അസോസിയേഷൻ മാർച്ചും ധർണയും നടത്തിയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാ സമരം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KA മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഒരു കാര്യവും നാളിതുവരെയായും പ്രാബല്യത്തിൽ വന്നില്ല എന്ന് KA മാത്യു കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ കയറി അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുമെന്ന്. അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു 5 വർഷത്തേക്ക് കേരളത്തിലെ ഒരു സാധനത്തിനും വില കൂട്ടില്ല എന്ന്. അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധിക്കുമെന്ന്. അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു KSRTC ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കുമെന്നും അവർക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്നും. അങ്ങനെ അനവധിയായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. സ്വയാശ്രയ മാനേജ്മെന്റുകളെ നിയന്ത്രിക്കുമെന്ന് അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിലക്കയറ്റത്തിലേക്ക് കേരളത്തിലെ സാധാരണക്കാരനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KP വിനോദ്, M ഉദയസൂര്യൻ, ജില്ലാ സെക്രട്ടറി PM ഫ്രാൻസിസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സ്റ്റീഫൻ ജോർജ്, ടോണി വർഗീസ്, സാജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കൊടയത്തൂർ സെന്റ് അഗസ്റ്റൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഫെബ്രുവരി 17 മുതൽ 19 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് ബ്രാഹ്മണവേലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 5-ന് കൊടിയേറ്റ്, മരിച്ചവർക്കായുള്ള വിശുദ്ധ കുർബാന, സെമിത്തേരി പ്രാർത്ഥന, സ്നേഹവിരുന്ന്, കലാസന്ധ്യ, മോർക്കാട് ശ്രീ മൂകാംബിക വനിതാ ശിങ്കാരിമേളം ടീമിന്റെ ശിങ്കാരിമേളം. ശനിയാഴ്ച വൈകുന്നേരം 4:20-ന് തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിക്കൽ, 4:30-ന് ഫാദർ തോമസ് തയ്യിൽ പാട്ടുകുർബാന അർപ്പിക്കും. തുടർന്ന് ആനക്കയം കുരിശുപള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം. ലതീഞ്ഞ് തിരുനാൾ സന്ദേശം റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ പ്രദക്ഷിണം. തുടർന്ന് പള്ളിയിലേക്ക്. ശ്രീ മൂകാംബിക വനിതാ ശിങ്കാരിമേളം, മനു പാല നേതൃത്വം നൽകുന്ന ബാൻഡുമേളം, പൂഞ്ഞാർ രാധാകൃഷ്ണൻ, ശ്രീജിത്ത് കോളപ്ര എന്നിവർ നേതൃത്വം നൽകുന്ന ചെണ്ടമേളം, പൂഞ്ഞാർ സാംബെ ട്രൈബൽസ് നയിക്കുന്ന നാസിക് ഡോൾ എന്നിവ ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 7-ന് വിശുദ്ധ കുർബാന, ഉച്ചകഴിഞ്ഞ് 3-ന് വിവിധ വാദ്യമേളങ്ങൾ, കോളപ്ര AK-47 നാസിക് ഡോൾ, ഇലഞ്ഞിത്ര മേളം. വൈകുന്നേരം 4-ന് ഫാദർ അമൽ പടിഞ്ഞാറേ പീടികയിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന അർപ്പിക്കും. സെബാസ്റ്റ്യൻ നാമധാരികളായ 12 വൈദികർ സഹകാർമ്മികരായിരിക്കും. കുപ്പിച്ചിൻ സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. കുതിരകളുടെ അവമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിക്കും. തൊടുപുഴ ടൗൺ പള്ളി വികാരി ഫാദർ ജോസ് പുല്ലൂപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് സമാപന പ്രാർത്ഥന. രാത്രി 7:15-ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ മക്കളായ മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നയിക്കുന്ന ഇലഞ്ഞിത്ര മേളം എന്നിവയാണ് ആഘോഷ പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ പ്രസിദ്ധേന്തി സെബാനോ റോയൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ NM സെബാസ്റ്റ്യൻ നരിക്കുഴിയിൽ, കൈക്കാരന്മാരായ തോമസ് കുന്നേമുറിയിൽ, ജോർജ് പൂവത്തിനാൽ, തങ്കച്ചൻ കോട്ടയ്ക്കകത്ത്, രാജു തുരുത്തിക്കര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UK-യിലെ ഗ്രേറ്റ് യാമത്തിൽ നിന്നും ഇടുക്കി സ്വദേശികളായ ഒരു മലയാളി കുടുംബം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി മുറിച്ച് നൽകി മാതൃകയായി. UK-യിലെ ഗ്രേറ്റ് യാമത്തിൽ നിന്നും ഇടുക്കി സ്വദേശികളായ ഒരു മലയാളി കുടുംബം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി മുറിച്ചു നൽകി. ആദ്യം മുടി മുറിച്ചത് ഏറ്റവും ഇളയ മകളായ ഹന്നയാണ്. വളരെ സന്തോഷത്തോടു കൂടി 3 കുട്ടികളും ഭാര്യയും മുടി മുറിച്ചു നൽകി. ഈ സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞതിൽ ഭാര്യ പ്രിയയുടെ സന്തോഷം വിവരിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് ഭർത്താവ് ജിജി ജോർജ് പറഞ്ഞു. വളരെ കാലമായി മനസ്സിൽ സൂക്ഷിച്ച ഒരാഗ്രഹം സബലീകരിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. മുടി ഞങ്ങൾ ലിറ്റിൽ പ്രിൻസസ് ട്രസ്റ്റിന് അയച്ചു കൊടുക്കാൻ പാക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന സഹായം ബുദ്ധിമുട്ടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ജിജി ജോർജ് കൂട്ടിച്ചേർത്തു. പ്രിയ 1 വർഷത്തോളമായി നീട്ടി വളർത്തുന്ന 22 ഇഞ്ച് നീളമുള്ള മുടിയാണ് മുറിച്ച് ലിറ്റിൽ പ്രിൻസ് എന്ന സ്ഥാപനത്തിന് നൽകിയത്. മമ്മിയുടെ ഈ തീരുമാനത്തിന് സപ്പോർട്ട് നൽകി പ്രിയയുടെ 3 കുട്ടികളും യഥാക്രമം 14, 12, 10 ഇഞ്ച് നീളമുള്ള അവരുടെ മുടിയും സംഭാവന ചെയ്യുകയാണ് ഉണ്ടായത്. ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ജിജി ജോർജ് ഒരു പൂമ്പാറ്റ ഷേപ്പിൽ മാത്രം മുടി നിർത്തി ബാക്കി ഭാഗം ഷേവ് ചെയ്ത് കളഞ്ഞു. പ്രിയ കഴിഞ്ഞ 12 വർഷമായി ഗോൾസ്റ്റണിലുള്ള ജെയിംസ് പേജറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് നേഴ്സായി ജോലി ചെയ്യുന്നു. ജിജി ജോർജ് അതേ ഹോസ്പിറ്റലിൽ തന്നെ ക്ലർക്കായും മെഡിക്കൽ റെക്കോർഡ് വിഭാഗത്തിൽ കോർഡിനേറ്ററായും ജോലി ചെയ്യുന്നു. ജോർജ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മൈലക്കൊമ്പ് എന്ന സ്ഥലത്ത് നിന്നും 2005-ൽ നോർഫോക്ക് കൗണ്ടിയിലെ ഗ്രേറ്റ് യാമത്ത് ബോറോ കൗൺസിലിലെ ഗോൾസ്റ്റൺ എന്ന സ്ഥലത്ത് കുടിയേറിയതാണ്. ഭാര്യ പ്രിയ ഇടുക്കി ജില്ലയിലെ ഇരട്ടയാർ പള്ളിക്കാനം സ്വദേശിയാണ്. എന്നാൽ ഇവരുടെ കുടുംബം പിന്നീട് കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പിണ്ണാക്കനാട് എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ജോർജ് പ്രിയ ദമ്പതികൾക്ക് 3 പെൺമക്കളാണ്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസിൻ, 3-ൽ പഠിക്കുന്ന മിഷേൽ, റിസപ്ഷനിൽ പഠിക്കുന്ന ഹന്ന. 3 പേരും ഗോൾസ്റ്റണിലുള്ള സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്നു. ഈ കുടുംബം ഇതോടൊപ്പം മറ്റൊരു മഹത്തായ സേവനം കൂടി ചെയ്യുന്നു. LHC എന്ന ചാരിറ്റബിൾ സ്ഥാപനത്തെ സഹായിക്കാൻ പണം സ്വരൂപിക്കുകകൂടി ചെയ്യുന്നുണ്ട്. ഗോൾസ്റ്റണിൽ ജനിച്ചു വളർന്ന ലൂയിസ് ഹാമിൽട്ടൺ എന്ന പെൺകുട്ടി 1997-ൽ 28-ാമത്തെ വയസ്സിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നു മരിച്ചു. അവരുടെ പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുന്നത്. മരിക്കുന്നതിന് മുൻപ് അവരിൽ നിന്നും കിട്ടിയ പ്രചോദനത്താൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവളുടെ അമ്മ റോബർട്ട ലോവിക്ക് തൻ്റെ മകളെപ്പോലുള്ള രോഗികൾക്ക് വേണ്ടി പടുത്തുയർത്തിയതാണ് ഈ പ്രസ്ഥാനം. അഭ്യുദയകാംക്ഷികളിൽ നിന്നും ചാരിറ്റി ഈവന്റ് നടത്തിയും കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് പണിതതും നടത്തിക്കൊണ്ടുപോകുന്നതും. സാമ്പത്തികമായി ഞങ്ങൾക്ക് ഒരു പൈസ പോലും ലഭിക്കാതെ ചെയ്യുന്ന ഈ ചാരിറ്റി പ്രവർത്തനം കൂടുതൽ പേരിലേക്ക് എത്തിച്ച് അതിലൂടെ സമൂഹത്തിന് ഗുണകരമാകുന്ന ഇതുപോലെയോ സമാനമായോ മറ്റേതെങ്കിലും പ്രവൃത്തി ചെയ്യുവാൻ ഒരു പ്രേരണ കൊടുക്കുക എന്നു മാത്രമാണ് ഞങ്ങൾ ഈ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ജിജി ജോർജ് കൂട്ടിച്ചേർത്തു. BBC ന്യൂസ്, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ
ന്യൂമാൻ കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ നാഷണൽ സെമിനാർ ആരംഭിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയെ ചരിത്രപരമായ പ്രാധാന്യത്തോടുകൂടി നിലനിർത്തുക എന്നതാണ് സെമിനാറിന്റെ വിഷയം. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ KS മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂമാൻ കോളേജ് ബസാർ തോമസ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ജോസഫ് നെടുങ്ങാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാനുൽ പിച്ചളക്കാട്ട്, പ്രോഗ്രാം കൺവീനർ KA ബെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. An industry. Actually, this is an industry. Tourism is an industry. For each and every state or each and every corner of the different states, there are certain areas that is to be addressed for uplifting a specific element to a higher level to reach a stage of economic development or a state of economic development. Actually, tourism is not a new word to Kerala because the foreigners were visited earlier in Kerala for getting something new. It was not there in other countries, especially the Europeans. But preserving the situation of keeping the industry as an industry, what are the things that is to be taken into consideration for the time being? That is a question of this seminar, I think so. കരിമണ്ണൂർ ടൗണിൽ പുറമറ്റത്തിൽ പുരയിടത്തിന് സമീപം റോഡിൽ അഗ്നിബാധ. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ഇവിടെ കൂട്ടിയിട്ടിരുന്ന വിറകിനാണ് തീ പിടിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാ മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു. 3ാം ഘട്ട പരിശോധന പാറയമ്മാവ് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ നടന്നു. 3 ക്യാമ്പുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്കായി 19-ന് മെഗാ ക്യാമ്പും നടക്കും. വാഴത്തോപ്പ് പഞ്ചായത്തിലെ സമഗ്ര ആരോഗ്യം ലക്ഷ്യമിട്ട് 5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നീക്കിവെച്ചത്. ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, കണ്ണ് പരിശോധന എന്നിവയാണ് ആദ്യഘട്ട പരിശോധനയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കുന്നവർക്കായി മെഗാ ക്യാമ്പ് നടത്തും. ഇതുവരെ 3 മേഖലാ ക്യാമ്പുകളാണ് പൂർത്തിയായത്. 3 ക്യാമ്പുകളിൽ നിന്നും പരിശോധനയിലൂടെ കണ്ടെത്തിയ 300 രോഗികൾക്കായി 19-ാം തീയതി വാഴത്തോപ്പ് HRC ഹാളിൽ വെച്ച് മെഗാ ക്യാമ്പ് നടത്തും. 3ാം ഘട്ട മേഖലാ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. ഇത് നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ഭക്ഷണക്രമങ്ങളും ഒക്കെ വളരെയധികം കഴിഞ്ഞ കാലത്തേക്കാളൊക്കെ മാറിയിരിക്കുന്നു. അതിൽ നിന്നുമൊക്കെ നമ്മൾ കൂടുതൽ ക്യാൻസർ രോഗികളും കിഡ്നി സംബന്ധമായ രോഗങ്ങളാലും വലയുന്ന ഒട്ടേറെ ആളുകൾ നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് 2016-17 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നമ്മൾ 5 ലക്ഷം രൂപ നേത്രപരിശോധനയ്ക്കുമൊക്കെയായി 5 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നത്. വാർഡ് മെമ്പർ പ്രഭാ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ജോസ്, KM ജലാലുദ്ദീൻ, റോയി ജോസഫ്, അമ്മിണി ജോസ്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സാജൻ K, ഡോക്ടർ സിംബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും തൊടുപുഴ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സംയുക്തമായി തൊഴിൽ സംരംഭങ്ങളെ കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. തൊടുപുഴ പെൻഷൻ ഭവനിൽ നടന്ന ശില്പശാല ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ G സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ എംപ്ലോയ്മെന്റ് ഓഫീസർ KN പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. N ബിജു, മായ പ്രസാദ്, ജിനു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചും സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ വിജയകരമായ നടത്തിപ്പിൽ ബാങ്കിംഗ് നടപടിക്രമങ്ങളെക്കുറിച്ചും ശില്പശാലയിൽ വിശദീകരിച്ചു. അവർക്കൊരു സ്വയം തൊഴിൽ സംരംഭ മേഖലയിൽ കടന്നുവന്നതിനാണ് നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന വായ്പ നൽകുന്ന ഒരു സ്കീമാണ് നടപ്പിലാക്കുന്നത്. അതിന് 6ാമത്തെ സ്കീം. അതുപോലെ തന്നെ നമ്മളൊരു ധനകാര്യ സ്ഥാപനം മുഖേന നടപ്പിലാക്കുന്ന മറ്റൊരു സ്കീമാണ് മൾട്ടിപർപ്പസ് സർവീസ് ഇൻഡെക്സ് ആൻഡ് ജോബ് എന്നുണ്ട്. അതിൽ 2 അതിലധികം അംഗങ്ങൾ കൂട്ടമായിട്ട് സംയുക്തമായി ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ മാക്സിമം ബാങ്കിൽ അനുവദിക്കുന്ന ഒരു സ്കീമാണ്. അതിന്
പദ്ധതി ചെലവിൻ്റെ 25% അല്ലെങ്കിൽ കുറഞ്ഞത് 2 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ എമർജൻസി യോജന നടപ്പാക്കുന്ന ഒരു സ്കീമാണ് നമ്മുടെ ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത്. അത് നമ്മുടെ എമർജൻസി പേരീസിലുള്ള വിധവകൾ, 30 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, വിവാഹം ബന്ധപ്പെടുത്തിയ സ്ത്രീകൾ, ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അതിനാണെങ്കിൽ നമ്മൾ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയിലെ വിദ്യാർത്ഥിനികൾക്കായി തൊടുപുഴ ജനമൈത്രി പോലീസ് സ്വയം പ്രതിരോധ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൊടുപുഴ ജനമൈത്രി പോലീസ് അഡീഷണൽ SI TR രാജൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VS സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ ജിഷ ബിനു, ASI കൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് സന്നിവേശിച്ചിരിക്കുന്നത്. അതൊരു ക്രൈമായിട്ട് മാറാനല്ല, മറിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്ത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യക്തിത്വമായിട്ട് മാറാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ആ പോലീസിന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണകളും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഈ കോഴ്സ് 3 ദിവസത്തെ കോഴ്സ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടത്താൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സിന് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രാപ്തമാക്കി നിങ്ങളവരുടെ വിദ്യാർത്ഥികൾ തരുവാനുള്ള കഴിവ് അവർക്ക് നന്ദി. നമസ്കാരം. യോഗം ഔദ്യോഗികമായിട്ട് ക്ലാസ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ഘാടനം ചെയ്ത ബോധവൽക്കരണത്തിനും സ്വയം സുരക്ഷാ പരിശീലനത്തിനും വനിതാ പോലീസുകാരായ അപർണ രാധാകൃഷ്ണൻ, ആശാലത, ബിന്ദു രവി, ആശ അനിൽ, രജനി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. മാറിക സെന്റ് ആന്റണീസ് പള്ളി ജൂബിലിയോടനുബന്ധിച്ച് 100 വനിതകൾ പങ്കെടുത്ത മാർഗം കളി നടന്നു. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് മഹോത്സവം നടന്നു. അലങ്കരിച്ച രഥവും ആട്ടക്കാവടിയും താലപ്പൊലിയും തിരിച്ചെഴുന്നള്ളത്തിന് കൊഴുപ്പേകി. മഹാഘോഷയാത്രയെ തുടർന്ന് ക്ഷേത്രത്തിൽ കൊടിമരച്ചുവട്ടിൽ പറവെപ്പ്, കൊടിയിറക്ക്, വലിയ കാണിക്ക, പൂമൂടൽ, തായമ്പക തുടങ്ങിയ ചടങ്ങുകളും നടത്തി. അത്താഴ സദ്യയ്ക്ക് ശേഷം കൊച്ചിൻ മീനാക്ഷിയുടെ ബാലെ ശിവഭദ്രം നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK ഗോപിനാഥൻ പുളിയൻമാക്കൽ, PR രവീന്ദ്രൻ പാരച്ചാലിൽ, രാജു നടുക്കുടിയിൽ എന്നിവർ തിരുവുത്സവത്തിന് നേതൃത്വം നൽകി.
ബിസിനസ് വാർത്തകൾ. തൊടുപുഴ മങ്ങാട്ടുകവല എലീസ പ്ലാസയിൽ കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. റവറന്റ് ഡോക്ടർ തോമസ് പെരിയപ്പുറം വെഞ്ചിരിപ്പ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ പ്രത്യേക ദന്ത ചികിത്സ, റൂട്ട് കനാൽ, മോണ ശസ്ത്രക്രിയ തുടങ്ങി എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. രോഗബാധിതരായി ഇവിടെ അഭയം തേടുന്നവർക്ക് ആരോഗ്യവും സുഖവും പ്രദാനം ചെയ്യണം. വേദനയും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് സങ്കേതമായി തീരട്ടെ. രക്ഷാകരമായ സഹനത്തിലൂടെ അഭ്യുത്തി പ്രാപിക്കുവാൻ ഈ സ്ഥാപനം അവരെ സഹായിക്കട്ടെ. ചരമവാർത്തകൾ. തൊടുപുഴ പാറപ്പുഴ പുന്നയ്ക്കപ്പടവിൽ ഡോക്ടർ പി വി വർക്കി നിര്യാതനായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ഫെബ്രുവരി 18 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് പാറപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ പരേതിയായ ഏലിക്കുട്ടി പാറപ്പുഴ വട്ടക്കാട്ട് കുടുംബാംഗമാണ്. മക്കൾ ജോസ് പി വർഗീസ്, ചിന്നമ്മ, മേരി, ഗ്രേസ്, റെജീന, ഷീല, ജാക്വലിൽ, ഷാൻഡി. മരുമക്കൾ പരേതിയായ മരിയ കണിപ്പിള്ളിൽ കുഴിക്കാട്ട്, മേരി ഉപ്പുമാക്കൽ പന്തലാനിക്കൽ, ജോബുകുട്ടി മണലൽ പുളിങ്കുന്ന്, പി ടി അബ്രഹാം പുലിതുക്കിൽ മങ്കുഴി, ജോർജ് കുട്ടി അമ്പാട്ട് ഇടപ്പള്ളിൽ, ജോളി വാമറ്റത്തിൽ വാഴക്കുളം, ആന്റണി പുല്ലോപ്പിള്ളിൽ കടവൂർ, കുര്യാക്കോസ് എലവുങ്കൽ തങ്കമണി, സജി എടാട്ട് എറണാകുളം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2740 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 161 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 151 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി വീട്ടമ്മമാർക്ക് വേണ്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കെട്ടിടം നഗരസഭ പൊളിച്ചു നീക്കി. നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും മാറാത്തതിനാലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മെഗാ അദാലത്ത് നടന്നു. വനിതാ കമ്മീഷൻ അംഗം പ്രമീള ദേവി പരാതി സ്വീകരിക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കേരള NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KA മാത്യു ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിസ്ത അഗസ്തീനോസിന്റെയും വിസ്ത സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ഫെബ്രുവരി 17 മുതൽ 19 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് ബ്രാഹ്മണവേരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ 2 ദിവസത്തെ നാഷണൽ സെമിനാർ ആരംഭിച്ചു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.